നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി കരയിലും പുഴയിലും തെരച്ചിൽ തുടരുകയാണ്. കരസേനയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചയിടത്ത് പക്ഷേ ലോറിയില്ല. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഒരുപക്ഷെ കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ജീവനോടെ തന്നെ അർജുനെ ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്താനായേനെ എന്നാണ് കുടുംബമടക്കമുള്ള മലയാളികൾ വിശ്വസിക്കുന്നത്. അർജുനായുള്ള രക്ഷാദൗത്യത്തിൽ കർണാടക അലംഭാവം കാട്ടിയിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി നമുക്കൊപ്പം ചേരുന്നത്. രാധാകൃഷ്ണൻ എന്താണ് തോന്നുന്നത്? ഈ കർണാടകയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു അലംഭാവം ഈ രക്ഷാപ്രവർത്തനത്തിൽ തുടക്ക സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ? മാഡം, നമ്മൾ കോവിഡിന് ശേഷം കേരളത്തിനകത്ത് അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലടക്കം ഒരു ടണലിൽ കുറച്ച് കുട്ടികളും മറ്റുമൊക്കെ പെട്ടുപോയ സംഭവം അറിയാം. വിദേശത്ത് രാജ്യം ഞാൻ മറന്നുപോയി, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു ടണലിൽ നമ്മുടെ ജാർഖണ്ഡില് കുറച്ച് ആൾക്കാർ പെട്ടുപോയി. അവരെയൊക്കെ രക്ഷപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ കുറച്ചുകൂടി അതിന്റെ സംവിധാനങ്ങളുണ്ട്. വിദേശം നമ്മൾ അതിശയത്തോടെ കണ്ടിരുന്നല്ലോ. കുറച്ച് കുട്ടികൾ ഫ്ലൈറ്റ് തകർന്നൊരു കാട്ടിൽ ആമസോൺ വനത്തിൽ പെട്ടതുൾപ്പെടെയുള്ള ചരിത്രങ്ങൾ നമ്മൾ കണ്ടു. അതിലൊക്കെ പങ്കെടുത്തത് നമ്മൾ ആമസോൺ വനത്തിലെ കുട്ടികളിൽ പെട്ടപ്പോൾ പങ്കെടുത്തത് വളരെ വിരലിലെണ്ണാവുന്ന തുച്ഛമായ ആൾക്കാരാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും വലുതായിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു സമയത്ത് പറഞ്ഞിരുന്ന ഒരു ആപ്തവാക്യമുണ്ട്: ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഈ മനുഷ്യന്റെ സുഖലോലുപതയും അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ഇപ്പോൾ മനുഷ്യൻ ജയിക്കും, ശാസ്ത്രം തോൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ഞാൻ രാഷ്ട്രീയം പറയല്ല, എനിക്ക് രാഷ്ട്രീയമുണ്ട്, സമസ്ത മേഖലകളിലും കസേര സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിനപ്പുറം ഉദ്യോഗസ്ഥർ അവരുടെ രീതി, ഇത് കേരളത്തിൽ മാത്രം ഇന്ത്യ മുഴുവനും അത് തന്നെയാണ്. തികഞ്ഞ കെടുകാര്യസ്ഥത. അതാണ് ഇത് ഈ അർജുന്റെ ജീവൻ ഒരു പക്ഷേ ഇന്ന് തുലാസിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഒരു മേഖലയും ചലിക്കുന്നില്ല. എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിന്റെ പഴയ കാലത്തെ ആ ജന്മിമാരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഉദ്യോഗസ്ഥ പ്രഭുത്വം ഒരു മേഖലയിലും ഒന്നും നടക്കുന്നില്ല. സമീപകാലത്ത് എടുത്തു നോക്കൂ, എത്ര ഇൻസിഡന്റ് നടന്നു. കേരളത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നടന്നേനെ. കാരണം കേരളത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുവജന സംഘടനകൾ സ്ട്രോങ് ആണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ യുവജന സംഘടനകൾ പോലെ ഇവിടെ എന്തിനും പോകുന്ന ഒരു മനസ്സുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ, എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ താങ്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ കേരളത്തിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ചാനൽ ഉള്ളത് കേരളത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ചെറിയ അറിവ് വെച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഏറ്റവും അധികം കേരളത്തിൽ ഈ ചെറിയ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം അടക്കം അപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. അതിന് ഞാൻ മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുന്നു. ഏറ്റവും കൊച്ചു കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ആ ജനസംഖ്യയ്ക്ക് അപ്പുറം ചാനലുകളുണ്ട്. അതുകൊണ്ടാണ് പ്രബുദ്ധമായി ഈ കേരളം. ഇന്ന് ഈ കേരളത്തിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കർണാടകയും എന്നൊക്കെ പറയുന്നത് അവർ തന്നെ രാഷ്ട്രീയമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയല്ലോ. എന്താണ് പ്രാദേശികവാദം, അവരുടെ യഥാർത്ഥ തനിനിറം പുറത്തുവിട്ടു. പണ്ട് നമ്മൾ ശിവസേനയൊക്കെയാണ്, ശിവസേന മഹാരാഷ്ട്ര രൂപം കൊണ്ടത് തന്നെ പ്രാദേശിക വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മഹാരാഷ്ട്ര മറാഠി എന്ന് പറയുന്ന തരത്തിലേക്ക് കർണാടക മാറിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അർജുനന്റെ ജീവൻ വെച്ച് ബന്ധാടുന്നത്. ശാസ്ത്രം ജയിച്ചു, ശാസ്ത്രം തോറ്റു, മനുഷ്യൻ ജയിക്കും. മനുഷ്യന്റെ കൈകൊണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നാൽ. ശരി, വ്യക്തമാണ് രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന് വിളിച്ചതും അഭിപ്രായം പങ്കുവച്ചതും. കൃത്യമായ കെടുകാര്യസ്ഥത തന്നെയാണ് ഇത്തരത്തിൽ അർജുനെ നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഒരു കാരണമായി രാധാകൃഷ്ണൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സർക്കാരിനെയും അധിക്ഷേപിക്കാനോ അവരുടെ സംവിധാനങ്ങളെ പരിഹസിക്കാനോ അല്ലെങ്കിൽ ആ കുറവ് വിളിച്ചു കാട്ടുവാൻ വേണ്ടിയിട്ടോ അല്ല ഇങ്ങനെ ഒരു ചർച്ച വെക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം മലയാളികൾക്കും ഈ ഒരു ഘട്ടത്തിലുള്ള ഒരു വിശ്വാസമാണ്. ഒരു പക്ഷേ നേരത്തെ കാര്യക്ഷമമായി ഇപ്പോൾ നടക്കുന്ന രീതിയിൽ, നേരത്തെ ആ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്, നമുക്കറിയാം. ഇന്നിപ്പോൾ പിറ്റേ ആഴ്ച തിങ്കളാഴ്ച ആയിരിക്കുന്നു. നേരത്തെ ആ ഒരു തെരച്ചിൽ ഇത്രത്തോളം ഊർജ്ജസ്വലമായി നടന്നിരുന്നുവെങ്കിൽ അർജുനെ നമുക്ക് എപ്പോഴേ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളത്. എന്നാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ദാസനാണ്. ദാസൻ, നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്താണ് ദാസന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ? നമസ്കാരം. ഞാൻ പറയുന്നത് ഇത് 100% കർണാടക ഗവൺമെന്റ് പിടിപ്പെടാം. കാര്യം ഈ സുപ്രീം കോടതി ഇടപെട്ടിട്ട്
സുപ്രീം കോടതി മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഇവരൊക്കെ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ വേണ്ടി കൃത്യമായ നടപടി എടുക്കണം. അല്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വേറെ കാര്യമുണ്ട്. ഈ കർണാടകത്തില് നമ്മളെ കേരളത്തിലൊക്കെ 50, 60, 70 കൊല്ലം മുമ്പൊക്കെ ഈ യസ്മാന തമ്പുരാനെ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കർണാടകത്തിൽ കൊടക് ജില്ലയിൽ നിങ്ങൾ ഇന്ന് പോയാലും അവിടുത്തെ കൊടകനെ നമ്മൾ വിളിക്കുന്നത് യസ്മാനെ എന്നാണ്. യസ്മാനെ അല്ലെങ്കിൽ സൗക്കാരെ, ഈ 2 ഭാഷ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏറ്റവും അടിമത്തമുള്ള ഈ കർണാടക ഇന്ത്യത്തിനാണ് സംശയിച്ചോ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലമാണ്. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഈ സുപ്രീം കോടതിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇവരെ ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ സുപ്രീം കോടതി വിളിച്ചു വരുത്തിയിട്ട് മുട്ടുകാലം എത്തിക്കളഞ്ഞ് ചോദിക്കണം എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചു. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇത് ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ 7-8 ദിവസമായിട്ട് മണ്ണിന്റെ അടിയിൽ കിടക്കുക. ഈ 4 ദിവസം വരെ മണ്ണിന്റെ അടിയിൽ കിടക്കാൻ സംവിധാനമുണ്ട് ആ ലോറിക്കെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പിറ്റേന്ന് നടപണ്ടേ? പിറ്റേന്ന് തന്നെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സുരേഷ് ഗോപിന്റെ കൈവളയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഈ KC വേണുഗോപാലിന്റെ കൈവളയാണ് മല്ലികാർജുന ഖാർഗെ മറ്റേ ഇയാളൊക്കെ. ഇവരൊക്കെ ഇടപെടണ്ടേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. മഹാ കഷ്ടം എന്നല്ല എന്താ പറയാൻ പറ്റുക. തീർച്ചയായും വളരെ നന്ദി ദാസൻ, കണ്ണൂരിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഉണ്ണികൃഷ്ണൻ നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ണികൃഷ്ണന് തോന്നുന്നത് ഈ വിഷയത്തിൽ? തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. അതായത് ഈ അർജുനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നെ ഈ പരാതിയുമായി ചെല്ലുമ്പോൾ മുതൽ തീർത്തും അവഗണനയാണ് അവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് പല വിധത്തിൽ. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ എടുത്തോട്ടെ, പിന്നീട് ഈ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വന്നത്. ഒരു FIR പോലും കൃത്യമായി ഇടാൻ പോലും അവർ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീട് കേരളത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഊർജിതമായ ഒരു തെരച്ചിലിലേക്ക് കടന്നത് എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. അവിടെ ഉള്ള ഈ ലോറിയുടെ ഉടമ ഒക്കെ പറയുന്നതും സമാനമായ കാര്യങ്ങളാണ്. എന്താണ് ഉണ്ണികൃഷ്ണൻ ഈ വിഷയത്തിൽ തോന്നുന്നത്? അത്തരത്തിലൊരു അലംഭാവം കർണാടകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? 16-ാം തീയതി സംഭവിച്ചത്. 17-ാം തീയതി മനാഫ് ഉൾപ്പെടെയുള്ളവർ പോവുകയും 18-ാം തീയതി ഉച്ചയോടുകൂടി കേരളത്തിലെ MP, കോഴിക്കോടത്തെ MP-യുടെ അടുത്ത് ഇവര് ഈ അർജുന്റെ സഹോദരി ഉൾപ്പെടെ ചെന്ന് പറയുകയും ചെയ്തു. ഈ 16-ാം തീയതി മുതൽ 18-ാം തീയതി ഒരു അലംഭാവം നടന്നു എന്നുള്ളത് ഈ ചാനലിൽ കൂടെ നമ്മളെല്ലാം കാണുകയും ചെയ്തു. ഇനി 18 കഴിഞ്ഞ ശേഷം 19-ാം തീയതി ഈ രഞ്ജിത്ത് ഇസ്രയേൽ വരുമ്പോൾ രഞ്ജിത്ത് ഇസ്രയേലിനെ അവിടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എന്നുള്ളത് മനോരമയിൽ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ ഇതിൽ കണ്ടു. ഇതൊക്കെ കണ്ട ശേഷം 20-ാം തീയതി അരുൺകുമാർ എവരുമായിട്ട് അവിടുത്തെ SP എവിടെയെന്ന് ചോദിക്കുമ്പോൾ SP ഉത്തരം പറയാതെ, SP എവിടെ ഉണ്ടെന്നുള്ള ഉത്തരം പോലും പറയാതെ അരുൺകുമാറിനെ ദേഹത്ത് തള്ളിയില്ലെന്നേ ഉള്ളൂ. ആ രീതിക്കാണ് ആ ഉദ്യോഗസ്ഥൻ വളരെ നികൃഷ്ടമായിട്ട് ആ റിപ്പോർട്ടർ അങ്ങോട്ട് നീക്കുകയാണ്. പിന്നെ സതീഷ് സെയ്ദ് എന്നുള്ള MLA വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അവര് അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാര്യമായ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ക്ലിയറായി നിൽക്കുമ്പോൾ കാണാം. ഇന്ന് നോക്കുമ്പം ഈ MK രാഘവനും അഭിജിത്തൊക്കെ വളർന്നു വരുന്ന യൂത്ത് ഐക്കണാണ്. ആ കൊച്ചും കൂടെ പറയുകയാണ് ഈ പല ചാനലുകളിലും ഇതിനെപ്പറ്റി അതും ഇതൊക്കെ പറയുന്നത് അതൊന്നും ശരിയായ രീതികളല്ല, അതൊക്കെ തെറ്റാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വൈകാരികമായി പ്രതികരിച്ചു പോകുന്നതാണ് കുടുംബം അടക്കമുള്ള ആളുകൾ എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലപാട്. അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അഭിജിത്തിന്റെ കണക്കുള്ള ഒരു പുത്തൻ തലമുറയിലുള്ള പയ്യനൊക്കെ ഇങ്ങനെ പറയപ്പെടുത്തി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ സംസ്ഥാനത്തിനെതിരെ നമ്മൾ വല്ലതൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ പാളിച്ചയാണെന്നുള്ളത് അവിടെയുള്ള പരിസരവാസികൾ പറയുന്നു. ഈ പറയുന്ന ഹൈവേ പണിഞ്ഞതിലുള്ള തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ കണക്ക് വന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവം ഉണ്ടായെന്ന് അവരും പറയുന്നു. ഇതിനെയൊക്കെ വകവയ്ക്കാതെ ഈ അഭിജിത്തും ഈ MK രാഘവൻ പറയുന്നെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നതല്ല, 21ഉം 20ഉം ചെയ്യുന്നതല്ല, 17-നും 16-നും 17-നും 18-നും ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ News 18 ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും ബാക്കി മറ്റ് ന്യൂസുകളുടെ പറയാൻ പറ്റുകൊണ്ടിരിക്കുക. News 18 റിപ്പോർട്ടർ ചാനൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫുൾ ടൈം. എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ News 18-നോട് ഒരു അഭ്യർത്ഥന ഉള്ളത് ഇതിന് ശേഷം ഇതിന്റെ ഒരു തീരുമാനമാവുന്നത് വരെ, അതായത് തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് അർജുനും ഈ ലോറിയും അതിനുശേഷം വേറെ കുറെ പേരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതിപ്പം അർജുനും ലോറിയും ഒക്കെയാണ് നമ്മളെ ലക്ഷ്യം. മനാഫ് എന്ന് പറയുന്ന ആ കൊച്ച് ലോറിയെ തിരക്കിയൊന്നും നിൽക്കുകയല്ല, ആ ചെറുക്കൻ ഈ അർജുനെ തിരക്കി നിൽക്കുക. ലോറി ഒരു വിഷയമൊന്നുമല്ല. ലോറി ഒരു വിഷയം ആവണമെങ്കിൽ അയാൾക്ക് അതിന് വേറെ ഇൻഷുറൻസും കാര്യമൊക്കെ ഉള്ളതാ. അയാൾ ഈ അർജുനുമായിട്ട് അത്രമായ ബന്ധം ഉള്ളത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്.
ആ മനാഫിന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ വരുന്ന സമയങ്ങളിൽ മുമ്പോട്ട് അതിനൊക്കെ കേസൊക്കെ ഫയൽ ചെയ്യൊക്കെ വേണം. മനാഫിന്റെ എന്തൊക്കെ ക്ലിപ്പോ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഈ അഭിജിത്തിനൊക്കെയുള്ള ഒരു എൻ.കെ. രാഘവനൊക്കെയുള്ള ഇപ്പം പഞ്ചായത്തിനകത്ത് MLA ഒക്കെ പോയിട്ട് എന്തോ ഒരു കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇതിപ്പോ ഈ കുടുംബത്തിന് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് അവർ സംസാരിക്കരുത്. ഇവരിപ്പോഴും കർണാടക ഗവൺമെന്റ് കൃത്യമായ കാര്യങ്ങൾ ചെയ്തു എന്നാ പറയുന്നത്. കർണാടക ഗവൺമെന്റ് എന്തോ ചെയ്യാനാ? അതായത് സിദ്ധരാമയ്യ 1 കൊല്ലം 1.5 കൊല്ലത്തേക്ക് കണ്ടുള്ളത് മുഖ്യമന്ത്രിയായിട്ട് അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ ആവാനായിട്ട് അയാൾ നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഇതിപ്പോ പണി ഇവര് ഏൽപ്പിച്ചതിനകത്ത് വന്ന പാളിച്ചയാണെന്നുള്ളത് ശരി, വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. എന്തായാലും കർണാടക സർക്കാരിനെ മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധികളെ കൂടി വിമർശിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ. മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്, ചന്ദ്രികയാണ് മാവേലിക്കരയിൽ നിന്ന് വിളിക്കുന്നത്. ചന്ദ്രിക, സ്വാഗതം, നമസ്കാരം. എന്താണ് അഭിപ്രായം വിഷയത്തിൽ? എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസമായി ഇത് സ്റ്റാർട്ടിങ്ങിലെ ആ വെള്ളത്തിൽ ആദ്യം തെരച്ചിൽ ചെയ്തിരുന്നെങ്കിൽ അർജുനെ കിട്ടിയേനെ. എല്ലാം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് പുഴയെ തെരയാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ പ്രവൃത്തിയല്ലയോ? സ്റ്റാർട്ടിങ്ങിലെ അതിനെ നമ്മൾ പുഴയെ തിരക്കണമായിരുന്നു. എന്നുവെച്ചാൽ വെള്ളത്തിൽ കിടക്കുന്നവരെ പെട്ടെന്ന് രക്ഷിക്കണം. കരയ്ക്കാതെ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാലും ജീവൻ. ചന്ദ്രിക, ഒരു കാര്യമുണ്ട്, ഇതിപ്പോ പുഴയിലാണോ അർജുനും ലോറിയും ഉള്ളത് അതോ കരയിലാണോ റോഡിലാണോ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അത്രത്തോളം വലിയൊരു കുന്നാണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. അതൊന്നും അറിയത്തില്ല, സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം വെള്ളത്തിലാണ് തെരച്ചിൽ നടത്തേണ്ടത്. എന്നുവെച്ചാൽ വെള്ളത്തിൽ 1 ദിവസം 2 ദിവസത്തിൽ കൂടുതൽ തങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ വെള്ളത്തിൽ നോക്കിയിട്ട് വെള്ളത്തിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ പുഴയിലോട്ട് നോക്കണമായിരുന്നു, കരയ്ക്ക് നോക്കണമായിരുന്നു. ഇതാണ് എന്റെ അഭിപ്രായം. എന്നുവെച്ചാൽ ഇത്രയും ദിവസമായിരുന്നു വലിയൊരു കഷ്ടമല്ലയോ ഇത്. ശരി, നന്ദി ചന്ദ്രിക വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ചന്ദ്രികയാണ് മാവേലിക്കരയിൽ നിന്ന് വിളിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വേണുവാണ് കൊല്ലത്ത് നിന്ന്. വേണു, നമസ്കാരം. എന്താണ് വേണുവിന് തോന്നുന്നത് വിഷയത്തിൽ? കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഗുരുതരമായ അലംഭാവം ഈ വിഷയത്തിൽ തുടക്കഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ കോള് കട്ടായിരിക്കുകയാണ്. മറ്റൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുകയാണ്, മീനാക്ഷിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. മീനാക്ഷി, നമസ്കാരം. എന്താണ് അഭിപ്രായം വിഷയത്തിൽ? മറ്റൊരു പ്രേക്ഷകനിലേക്ക് നമ്മൾ പോവുകയാണ്. കോഴിക്കോട് നിന്ന് സൈനുദ്ദീനാണ് ചേരുന്നത്. സൈനുദ്ദീൻ, നമസ്കാരം. എന്താണ് ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു അലംഭാവം ഈ രക്ഷാദൗത്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മൊത്തം നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ഫോഴ്സും അവിടെ എല്ലാ രാപ്പകൽ ഭേദമന്യേ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സമയത്ത് രാഷ്ട്രീയപരമായിട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ആ നദിയിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണിനടിയിൽ അത്രയും മണ്ണ് അവിടെ കുന്നുകൂടി കിടക്കാനുള്ള കാരണം ഒരു പക്ഷേ ഇത്രയും 40 ടണ്ണോളം വെയിറ്റുള്ള ലോറിയും മരവും അവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ മീതെ മണ്ണ് വന്ന് കൂടിയതാവാം എന്നാണ് എന്റെ ഒരു ബലമായ സംശയം. അതല്ലാതെ കർണാടക സർക്കാർ ഏതൊരു സംഭവം നടക്കുമ്പോഴും ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഒറ്റയടിക്ക് അതിൽ ചാടി ഇറങ്ങി വീഴാറില്ല. അതിന്റെ കാര്യം അങ്ങനെയാണോ? ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നടക്കുന്ന സമയത്ത് അത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ സാധാരണഗതിയിൽ സർക്കാരും സിസ്റ്റവും ഒക്കെ പ്രവർത്തിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും? നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ സൈനുദ്ദീൻ? അതല്ല, അത് നമ്മൾ കേരളവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ സ്റ്റേറ്റിൻ്റെത് നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടുത്തെ രീതിയും അവിടെ റോഡുണ്ടാക്കിയ രീതിയും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അശാസ്ത്രീയമായിട്ടാണ് എന്ന് നമ്മൾ ഇത്രയും കാലം കണ്ടു. അവിടെ ഉള്ള ആ റൂട്ടിൽ അത് മാറ്റി നിർത്തിയാൽ സൈനുദ്ദീൻ, ഈ അപകടം സംഭവിച്ചു, അശാസ്ത്രീയമായ നിർമ്മിതിയായിരുന്നു ആ റോഡ്. ആ റോഡിലേക്ക് വലിയൊരു കുന്നിടിഞ്ഞു വീണു, വലിയൊരു അപകടം സംഭവിച്ചു, ഒരുപാട് പേര് ആ ഒരു ദുരന്തത്തിന് ഇരയായി മാറുന്നു. രക്ഷാപ്രവർത്തനം നടത്തേണ്ടേ? അത് കൃത്യസമയത്ത് നടത്തേണ്ടേ? ചൊവ്വാഴ്ച നടന്ന അപകടമാണ്. അതിൽ വീഴ്ച വന്നിട്ടുണ്ട്, 100% ശരിയാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുന്നതിന് പകരം നമ്മൾ ഏതൊക്കെ ഫോഴ്സിലൂടെ ആ ഒരു അഭിപ്രായം പലരും പറയുന്നില്ല. എങ്ങനെ ആ പുഴയിൽ ഇതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഇതുവരെ അതിനേക്കുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല. എന്തൊക്കെ ഫലമായ സംശയത്തിൽ ആ പുഴയിൽ അടിയിൽ ഇത്രയും ഭാരമുള്ള ലോറിയും ഈ മരവും ഉള്ളത് കൊണ്ട് അതിനടിയിലായിരിക്കും, അതിന്റെ മീതെ മണ്ണ് വന്ന് നിറഞ്ഞതാണ് എന്നാണ് സംശയം. അവിടെ വേണ്ട രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നില്ല.
ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് നിലവിൽ ഇതുവരെയും പരിശോധന നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതെ. എന്തായാലും പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഊർജിതമായി നടക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ നന്ദി സൈനുദ്ദീൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഷിബിലയാണ് എറണാകുളത്ത് നിന്ന്. ഷിബില, നമസ്കാരം. എന്താണ് അഭിപ്രായം? മാഡം, ഇപ്പൊ ഏകദേശം നാളത്തേക്ക് 8 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. അതെ, ഹലോ, കേൾക്കുന്നുണ്ട് ഷിബില, പറഞ്ഞോളൂ. കർണാടക ഗവൺമെന്റ് വളരെ മോശമായി പോയിന്ന് വെച്ചാല് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയി. ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റിന് ചെയ്യാവുന്ന ദിവസങ്ങളെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും ദിവസമായി അർജുൻ എന്നുള്ളൊരു വ്യക്തി വണ്ടിക്കകത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ അതിൽ 10 ലിറ്റർ വെള്ളം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇരുട്ടിലോ എങ്ങനെ ഇരിക്കും നമുക്കൊന്നും അറിയത്തില്ല. ഇത്രയും ദിവസം തെരച്ചിൽ നടത്തിയിട്ട് ഒന്നിനും ഒരു ഫലമില്ല. വെള്ളത്തിൽ ഇപ്പൊ എന്തുകൊണ്ട് പുഴയിൽ നിങ്ങൾ ഈ മണ്ണിനടിയിൽ തെരയുന്നതോടൊപ്പം എന്തുകൊണ്ട് പുഴയിൽ തെരഞ്ഞില്ല? ഒപ്പം ഇത് ഊർജിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 മണിക്കൂർ എത്രയോ ശാസ്ത്രജ്ഞന്മാര് മണ്ണിനടിയിൽ നിന്നും മേളിൽ നിന്നൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അത്രയൊന്നും ഇല്ലല്ലോ. ഇത് ഒരു ജീവനല്ല അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഷിബില ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന അത്ര വ്യാപ്തി അല്ല ഈ ദുരന്തത്തിനുള്ളത്. അത്രത്തോളം ടൺ കണക്കിന് മണ്ണാണ്. മണ്ണ് ഒരു കുന്നിടിഞ്ഞ് വീഴുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും മോദി ഇടപെട്ടാ തീരും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാവുന്ന കേസല്ലേ. ഇതിപ്പോ ഇതിൽ ആരും കാര്യമായി ഇടപെടുന്നില്ല. കുറെ കരയിൽ തെരയുന്നതോടൊപ്പം അവരവരുടെ റോഡ് ക്ലീനിങ്ങിനാണ് കൂടുതലും ഇമ്പോർട്ടന്റ് ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിക്ക് പിന്നീട് ഇപ്പം പുഴയിൽ തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നത്. അതിനും ഇപ്പൊ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതെ, ഷിബിലയുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ നന്ദി ഷിബില വിളിച്ചതിന്. എന്തായാലും ഷിബില പറയുന്നത് റോഡിൽ നിന്ന് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ധൃതി കൂട്ടിയിരുന്നത്. അതിനപ്പുറം കൃത്യമായ തിരച്ചിൽ ആദ്യഘട്ടങ്ങളിൽ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ, നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്താണ് ഷറഫുദ്ദീന് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. കണ്ടല്ലോ. പിന്നെ നമ്മള് പെരുമ്പാവൂരിന്ന് പൂനെയൊക്കെ ലോഡേറ്റ് പോണ റൂട്ടാണത്. ഷറഫുദ്ദീൻ പോകാറുണ്ടോ? ഷറഫുദ്ദീന് വളരെ പരിചിതമായ ഒരു റൂട്ടാണല്ലേ ഇത്? അതെ 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 അതെ. പറഞ്ഞോളൂ. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രവും ഈ ഹൈവേയുടെ ഒരു നിർമ്മാണത്തെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിൽ അപകടകരമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞമ്മക്ക് അതിനെ പറ്റി അഭിപ്രായം എന്താ വെച്ചാൽ അവിടെ ഫുള്ള് റോഡിൽ കംപ്ലീറ്റ് ടോളാണ്. പക്ഷെ ആ ടോളിനനുസരിച്ചുള്ള റോഡല്ല അവിടെ. നമ്മൾ കുന്താപുരം മറ്റേ എല്ലാപ്പൂര് ആ റോഡിനൊക്കെ ഫുള്ള് ടോളുണ്ട്. പക്ഷെ ആ ടോളിനനുസരിച്ച് റോഡല്ലേ. ഞാനും അനസ് പട്ടാമ്പി EP അനസ് പറഞ്ഞോളൂ. ഞങ്ങളൊക്കെ അവിടെ പോണ റൂട്ടാണത്. അപ്പൊ ഞങ്ങൾ പൂനെക്ക് ഇവിടുന്ന് ഫ്ലൈവുഡ് എടുത്ത് പോകും. പൂനെന്ന് ഉള്ളിയേറ്റ് ഇവിടെ റിട്ടേൺ വരുന്നതാണ് പട്ടാമ്പി. അപ്പൊ ഞങ്ങളവിടെ എല്ലാപ്പൂര് വിജയേട്ടന്റെ ഹോട്ടലിന്റെ അവിടെ ഭക്ഷണത്തിന് അവിടെ നിർത്തും. അതായത് ഈ മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്തെ ഹോട്ടലിന്റെ അവിടെ നിർത്തുമെന്നാണോ ഷറഫുദ്ദീൻ പറയുന്നത്? അവിടെ നിർത്തലുണ്ട്. അതിന് കുറച്ച് മുന്നേറ്റ് എല്ലാപ്പൂര് വിജയേട്ടന്റെ ഹോട്ടലിന്റെ അവിടെ നിർത്തലുണ്ട് ഞങ്ങള്. പക്ഷെ നമുക്ക് എന്താ വെച്ചാല് മറ്റേ ഈ ടോള് അവിടെ ഫുള്ള് ആ റോഡിന് ഫുള്ള് ടോളാണ്. പക്ഷെ ആ ടോളിനനുസരിച്ച് പറ്റിയ റോഡല്ലത്. ഇപ്പോൾ ആ റൂട്ട് പരിചിതമായതുകൊണ്ട് ചോദിക്കുകയാണ്. അതുവഴിയുള്ള യാത്രയിൽ എങ്ങനെയായിരുന്നു ഉള്ള അനുഭവം? ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയൊക്കെ ഷറഫുദ്ദീന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാകുമെന്നുകൂടി കരുതുകയാണ്. അപ്പോൾ എന്താണ് ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? ഈ അർജുനെ നേരത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നോ? കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ? നമ്മളിപ്പോ അതിനൊരു 15 ദിവസം മുന്നെയാണ് അവിടുന്ന് ഉള്ളിയേറ്റ് അതിന് ലോഡേറ്റ് വന്നത്. അപ്പൊ അന്നൊന്നും ഇപ്പൊ ഇത്ര തന്നെ കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ കാണുമ്പോ നമുക്കിപ്പോ അതിന് റൂട്ടായിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ രണ്ടാമത്തെ റൂട്ട് പോയത് ഇപ്പൊ മൈസൂര് വഴി മറ്റേ ഡാവണിക്കരയിൽ കൂടെ അതിനെ ഇപ്പൊ ലോഡേറ്റ് പോയത്. അല്ല, ഈ രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോ അലംഭാവം അങ്ങനെ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ അലംഭാവം പറയുമ്പോ അത് പാർട്ടിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് മാറിപ്പോവും. അവിടെ കോൺഗ്രസ് ഭരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റൂല. ശരി, അതാണ് ഷറഫുദ്ദീന്റെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് സുനിലാണ്. സുനിൽ, നമസ്കാരം. എന്താണ് സുനിലിന് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നേ ഇത് ഒരു വാർക്ക ഇടിഞ്ഞു ചാടും പോലെ നേരെ താഴോട്ടല്ല ഈ മണ്ണ് വന്നത്. ഇത് 10-16 ടൺ വരുന്ന മണ്ണും വെള്ളവും കൂടി തള്ളി നീക്കിയായി വരുന്നത്. ആ തള്ളി നീക്കി വരുമ്പോ ഇത് ഈ വരുന്ന വണ്ടി അവിടെ ഉണ്ടെങ്കിൽ ആ വണ്ടിയെ നേരെ മണ്ണ് പൊതിഞ്ഞ് വെള്ളത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ആദ്യം തൊട്ടേ തോന്നിയത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ ഇതിലിപ്പോ എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. വണ്ടി പുഴയിൽ തന്നെ ഉണ്ടാവും. പുഴയിലുണ്ട്. കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊന്നും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. കാരണം ഞാൻ ടി വിയിൽ ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് എല്ലാവരും പാടുപെടുന്നുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഏത് ഘട്ടത്തിലാണ് ഈ ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളത് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായതിനു ശേഷം കൃത്യമായി പറഞ്ഞാൽ വെള്ളിയാഴ്ചയോട് കൂടിയിട്ടാണ് ഊർജിതമായ ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നത്. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ ഞായറാഴ്ചയൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ വളരെ ഊർജ്ജസ്വലമായ സൈന്യം കൂടി എത്തിയതിനു ശേഷമാണ് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ളൊരു തെരച്ചിൽ അവിടെ ആരംഭിച്ചത്. എത്രയോ ദിവസം മുമ്പ് തന്നെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതാണ് സൈന്യത്തിന്റെ സേവനം കൂടി ലഭ്യമാക്കണം, വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളതൊക്കെ. അതെ അതെ, അത് നേരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മണ്ണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലും അതിനേക്കാൾ കൂടുതൽ മണ്ണാണ് അവിടെ കിടക്കുന്നത്. അത് ഇവര് എത്ര ദിവസം കൊണ്ട് കോരി മാറ്റാൻ പറ്റും എന്നുള്ളൊന്നൊരു ഒരു കണക്കൂട്ടലൊന്നും ആർക്കും ഉണ്ടായി കാണില്ലായിരിക്കും, അല്ലേ? അതെ. അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം അന്ന് പുഴയിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു, കലങ്ങിയ വെള്ളമായിരുന്നു. ഈ മണ്ണ് കൂടി കിടക്കുന്നിടത്തിൽ, പുഴയിൽ മണ്ണ് കൂടി കിടക്കുന്നിടത്തിൽ മിക്കവാറും ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ലോറിയുടെ മുകളിലേക്ക് ഈ തടി കെട്ടി വന്ന വണ്ടിയല്ലേ, അതിന്റെ മേളിൽ ഈ മണ്ണും എല്ലാം കൂടി വന്ന് ചാടി കഴിയുമ്പോൾ കല്ലെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കും. അത് ശരി ശരി, എനിക്ക് തോന്നുന്നത്. അതാണ് സുനിലിന്റെ അഭിപ്രായം. വ്യക്തമാണ്. വളരെ നന്ദി സുനിൽ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മാത്യു ആണ് ഇടുക്കിയിൽ നിന്ന്. മാത്യു, സ്വാഗതം. എന്താണ് മാത്യുവിന് തോന്നുന്നത്? മേഡം, ഞാൻ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ ഈ ടി വിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആദ്യത്തെ 5 ദിവസം നടന്നത് തൊഴിലുറപ്പ് പണിയാണ്. തൊഴിലുറപ്പ് പണിക്കാരുടെ ഒരു ജോലി പോലെ എനിക്ക് തോന്നിയുള്ളൂ. 2 ദിവസമാണ് അവിടെ ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ നടന്നിരിക്കുന്നത്. ഈ മലയിടിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒരു എർത്ത് സ്ലൈഡിങ് വരുമ്പോൾ മുകളിൽ നിന്നല്ല ആദ്യം മണ്ണിടിഞ്ഞ് വരുന്നത്. ഏറ്റവും ബോട്ടം, അതിന്റെ ഏറ്റവും അടിയിൽ നിന്നാണ് ഈ മണ്ണിടിഞ്ഞ് വരുന്നത്. അപ്പൊ അത് ചെറിയൊരളവിലാണ് തുടങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഊർന്ന് വരും. അപ്പൊ അതിനനുസരിച്ച് ഈ വണ്ടിയിൽ തട്ടിക്കഴിയുമ്പോ ഈ വണ്ടിയിൽ തട്ടിക്കൊണ്ട് ഇത് റോഡിന്റെ മറുഭാഗത്തേക്ക് പോയിട്ട് മറിയാൻ സാധ്യതയുണ്ട്. റോഡിനടിയിലേക്ക് മറിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ ആദ്യമായിട്ട് തെരച്ചിൽ നടക്കേണ്ടത് ആ സിഗ്നൽ ലഭിച്ച അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ വണ്ടി കണ്ടു എന്ന് പറഞ്ഞ അവിടെ ആയിരുന്നു ആദ്യമായിട്ട്. അവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മണ്ണ് മാറ്റി ആദ്യം പരിശോധന. അതായത് റോഡിന്റെയും പുഴയുടെയും ഇടയ്ക്ക് അവിടെയായിരുന്നു ആദ്യം പരിശോധന നടത്തേണ്ടത്. കാരണം ഈ ഇത്രയും തടിയിലോടുള്ള ഒരു ലോറി റോഡിനടിയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ നിന്ന് പിന്നെ പുറകെ വന്ന മണ്ണുകളെല്ലാം ഇതിനെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. കാരണം ഈ ലോറി പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് തടിലോഡ് ആയതുകൊണ്ട് ഇത് അത്രയും താണു പോവില്ല. അല്ല, തടിലോഡ് കയറ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു തടി കഷ്ണം എവിടെയെങ്കിലും നിന്ന് ആളുകൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പൊ ഈ തടി ഈ ലോറിയിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ പുഴയിലേക്ക് ഈ തടിലോടോടുകൂടി ഈ ലോറി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോറി ഒഴുകി താഴോട്ട് പോയാൽ ചിലപ്പോൾ കടലിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പോയതായിട്ട് ആരും പറയുന്നില്ല, കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം, അത് ഈ ദൃക്സാക്ഷികളെ മറ്റു വണ്ടിക്കാരത് പറഞ്ഞ ആ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മണ്ണിനടിയിലായിരുന്നു നോക്കേണ്ടത്. ശരി, അതാണ് മാത്യുവിന്റെ അനുമാനം. എന്തായാലും ആ തരത്തിൽ കൃത്യമായ ഒരു തെരച്ചിൽ ആ ഘട്ടത്തിൽ നടന്നില്ല എന്നതാണ് മാത്യുവിന്റെ അഭിപ്രായം. വളരെ നന്ദി മാത്യു വിളിച്ചതിന്. ഇരുട്ടിൽ നിന്ന് ബിനോയ് വിളിക്കുന്നുണ്ട്. ബിനോയ്, നമസ്കാരം. അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. എന്റെ അപ്പനും അമ്മയ്ക്കും ജനിക്കാതെ പോയ എന്റെ ഒരു സഹോദരനാണ് ആ പുഴയിൽ അകപ്പെട്ട് കിടക്കുന്നത്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമുക്ക് കള്ളനോട്ട് അടിക്കാനും നമ്മുടെ ആൾക്കാർ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന പണം പിന്നെ മൊബൈൽ വഴി മറ്റ് സാങ്കേതിക വിദ്യയിൽ കൂടി വലിച്ചെടുക്കാനും മാത്രമേ നമ്മുടെ രാജ്യം വളർന്നിട്ടുള്ളൂ. ഇതേ
അതേപോലെയുള്ള പിന്നെ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെയും വണ്ടിയും രക്ഷിക്കാൻ നമുക്ക് ഇത്രയും വർഷമായിട്ടും സാധിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തു നിന്നും പിന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു പ്രത്യേകം ഓരോരോ ആൾക്കാരെ നിയോഗിക്കണം. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ പട്ടാളത്തെയും അതുപോലെ തന്നെ എല്ലാവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആളുകളെയും വണ്ടിയും നിരീക്ഷിക്കാനും കണ്ടുപിടിക്കാനുമുള്ള മാർഗം ഇനിയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ അവരെ അതിജീവിക്കും? ശരി, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിയായ വിഷമമുണ്ട്. എന്റെ ഒരു മനസ്സിലായി, ബിനോയുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്, ബിനോയ് പറഞ്ഞ വാക്കുകളും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുകൂടിയാണ് ബിനോയ് പറയുന്നത്. വളരെ നന്ദി ബിനോയ് വിളിച്ചതിന്. ടി.കെ. രവിചന്ദ്രൻ പിള്ള വിളിക്കുന്നുണ്ട് അഞ്ചാലമ്മൂടിൽ നിന്ന്. നമസ്കാരം, അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മേഡം. നമസ്കാരം. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ വീഴ്ചയാണ് ഇത്രയും ദിവസമായിട്ട് ഈ വണ്ടിയും ആളിനെയും കാണാത്ത. കാരണം പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തെന്ന് പറയുന്ന സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റാണ്. കർണാടകത്തിലല്ലേ ഇത് നടന്നിരിക്കുന്നത്? അതെ. ഇത് നടന്ന ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും ഏത് ദുരന്തം നടന്നാലും മിലിറ്ററിയും അതേ കണക്കന്നെ ആ സംസ്ഥാനത്തെ പോലീസും അതിന്റെ ഫയർഫോഴ്സും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിന്റെ രക്ഷാപ്രവർത്തനം നടക്കുന്ന നമ്മൾ ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും കണ്ടിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4-5 ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പ് ഒരു തുരങ്കത്തിൽ റോഡ് പണിക്ക് ഇടപെട്ട കുറെ ജീവനക്കാരെ ജീവൻ രക്ഷിക്കുന്ന നമ്മൾ ഈ ചാനലിൽ കൂടെ ഒക്കെ കണ്ടതാണ്. അത് സാഹസികമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ഇത് കണക്കുള്ള രക്ഷാപ്രവർത്തനം ഒരു ടീമിനെയോ അല്ലെങ്കിൽ 2 ടീമിനെയും വെച്ച് നടത്താതെ അനേകം ടീമിനെ വെച്ച് പലയിടത്തും വെച്ച് ഇതേണക്ക് രക്ഷാപ്രവർത്തനം നടത്തി ഇങ്ങനെയുള്ള കുരുങ്ങിയ ആൾക്കാരെ എത്രയും പെട്ടെന്ന് അവരെ ജീവൻ രക്ഷിക്കേണ്ടത് ബാധ്യസ്ഥത അവിടുത്തെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് മലയാളിയായ ഇവിടുന്ന് പോയ കാണാനില്ലാത്ത കേരള സർക്കാരിനും ഉണ്ട്. ഒരു ടീമിനെ തന്നെ അവർ വിടണമായിരുന്നു ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം ഒരു 2-3 ദിവസത്തിന് മുമ്പേ ഗതാഗത വകുപ്പ് മന്ത്രി കെ.വി. ഗണേഷ് കുമാർ ഇവിടെ ചാനലിൽ കൂടെ ചർച്ച നടത്തുന്നുണ്ട്. അയാളെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ വണ്ടിയുടെ നമ്പർ വെച്ച് പിന്നെ ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് ചെയ്ത് ഇത് വണ്ടി എവിടാ ഇത് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. പുള്ളി ആ നടത്തിയതൊക്കെ ഒരു പ്രഹസനമാണ്, ഒരു കാര്യമുള്ള കേസല്ല. കാരണം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടീമിനെ തന്നെ ഈ സംസ്ഥാന സർക്കാർ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ 2 മന്ത്രിയോ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കമ്മീഷണർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരോ ഏകദേശം വ്യക്തമാണ്. ടി.കെ. രവിചന്ദ്രൻ പിള്ള, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇടപെട്ടത്. അഭിപ്രായം വ്യക്തമാണ്. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാറാണ്. ജയകുമാർ, നമസ്കാരം, അഭിപ്രായം പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ അന്ന് മുതൽ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ടേ നടത്താൻ പറ്റുള്ളൂ. വൻ പാറകളും മരങ്ങളും മണ്ണൊലിപ്പിൽ ഇങ്ങനെ അപകടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് തടസ്സം നേരിട്ടുകൊണ്ട് മഴയും മണ്ണൊലിപ്പും വന്നുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി നടത്തി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും വീട്ടുകാർ ആവശ്യപ്പെട്ടു ഇങ്ങനെ മിലിറ്ററി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് രാഘവനും MP രാഘവനും നമ്മുടെ ആലപ്പുഴ MP കൂടെ ചേർന്ന് കേന്ദ്രത്തിൽ അറിയിച്ചു. അവര് വേണ്ട ഇടപാട് ചെയ്തു. അവിടുത്തെ മന്ത്രി കൂടെ ഉണ്ടായിരുന്നു, ഫിഷറീസ് മന്ത്രി കൂടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി വന്നു. എന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് ഇവിടെ എന്തിനാണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരെ മാത്രം കുറ്റപ്പെടുത്താൻ ഈ ഒരു ചർച്ച മാത്രം പാർട്ടി ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും തരം കാര്യം എന്താണെന്ന് കണ്ടറിഞ്ഞൂടെ? ഇതിനിടയ്ക്ക് ഇവിടെ ഇട്ടാവട്ടത്ത് ആമയാൻ തോട്ടിൽ അരയടി വെള്ളത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ജയകുമാർ, ഇതൊരു പാർട്ടിയെയോ സർക്കാരിനെയോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തെയോ അപമാനിക്കാനോ അവഹേളിക്കാനോ ഒന്നും നടത്തുന്ന ചർച്ചയല്ല എന്നുള്ളത്. പ്രേക്ഷകർ ഇത്തരത്തിൽ അലംഭാവം കാട്ടിയിട്ടുണ്ട് എന്നുള്ള വലിയ ആക്ഷേപം കുടുംബം ഉന്നയിക്കുമ്പോൾ അത്തരത്തിൽ അഭിപ്രായമുള്ള ഒരുപാട് മലയാളികൾ നമുക്കിടയിൽ ഉള്ളപ്പോൾ ഈ ഒരു അഭിപ്രായം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുക മാത്രമാണ് ചെയ്തത്. പ്രേക്ഷകർക്ക് പൊതുവേദിയിലേക്ക് വിളിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഒരുക്കുക മാത്രമാണ് ചാനൽ ചെയ്തത്. വളരെ നന്ദി ജയകുമാർ വിളിച്ചതിന്. വ്യക്തമാണ്. എന്തായാലും പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എല്ലാവരും കുടുംബത്തോടൊപ്പം തന്നെ അർജുൻ തിരികെ വരുന്നത് കാത്ത് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ശിരൂരിലെ വാർത്തകളുടെ അപ്ഡേറ്റുകൾ വരുന്ന ബുള്ളറ്റിനുകളിലുണ്ട്. പ്രേക്ഷകർ ന്യൂസ് 18 തുടരുക. പൊതുവേദി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.